أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരലോക വിശ്വാസം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് സമാധാനം നൽകുന്ന ഒന്നാണ് എന്നാണ് കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള വളരെ ചെറിയ ഒരു ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും നമ്മൾ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് ഈ ഐഹിക ലോകത്ത് എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ വിചാരിക്കുന്നത് പോലെയും ഒക്കെ കാര്യങ്ങൾ നടക്കുകയും അങ്ങനെയൊക്കെ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല എന്ന് ആശങ്കപ്പെടുകയും ചെയ്യേണ്ട ആളുകളല്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതല്ല യഥാർത്ഥത്തിലുള്ള ലോകം. നമുക്ക് യഥാർത്ഥത്തിലുള്ള ലോകം പരലോകമാണ്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏറെ വ്യക്തിപരമായും സാമുദായികമായും ഈ സമുദായത്തിനെതിരെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ആവർത്തിച്ച് എപ്പോഴും മനുഷ്യർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഓരോരോ വിഷയങ്ങൾ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ചുമുള്ള ഒരു അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ വായിക്കുന്നത്, അതല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ജീവിതം നാം മനസ്സിലാക്കുന്നത്
അവരുടെ കാലത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് മനസ്സിലാക്കാനല്ല. അവർ പ്രവാചകന്മാരായിട്ടുകൂടി അവർ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളിലെ തടസ്സവുമൊക്കെ വലുതായിരുന്നു. അപ്പൊ അതിനേക്കാൾ വലിയ വലിയ പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ദുനിയാവിൽ നമുക്ക് വരുത്തി വെക്കുമെന്നതിനെ കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകണം. അത് വ്യക്തിപരമായിട്ടുണ്ടാകും. ആ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച രോഗങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷനുകൾ, ബുദ്ധിമുട്ടുകൾ ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും. അള്ളാഹു ഒരു മനുഷ്യനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം ആ മനുഷ്യൻ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. നന്മയുണ്ടാകുമ്പോൾ ആ വിശ്വാസി അൽഹംദുലില്ലാ എന്ന് പറയും. അതിൽ വലിയ ആഹ്ലാദമോ വലിയ സന്തോഷമോ ജീവിതത്തിൽ അള്ളാഹുവിനെ മറക്കുന്ന പ്രവർത്തനങ്ങളോ ഉണ്ടാകുകയില്ല. അത് നിസ്സാരമാണ്, താൽക്കാലികമാണ്. അത് എടുത്തു മാറ്റാൻ കഴിവുള്ളവനാണ് റബ്ബ്. അത്ര ഉണ്ടാവും. സങ്കടം വരുമ്പോഴോ പ്രയാസങ്ങൾ വരുമ്പോഴോ അവിടെ ക്ഷമ അവലംബിക്കും. അത് രണ്ടും വിശ്വാസിക്ക് നന്മയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ചില പ്രത്യേകത, ചില മരണങ്ങൾക്ക്, 7 രൂപത്തിലുള്ള മരണങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. അവർ ശുഹദാക്കളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അപ്പൊ ചില മരണങ്ങളൊക്കെ വലിയ പ്രയാസമാണ്. എല്ലാ മരണങ്ങളും പ്രയാസമാണ്. ചില പ്രത്യേക മരണങ്ങൾ അവർ ശുഹദാക്കളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അശ്ശുഹദാഉ സബഅത്തുൻ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട, മരണപ്പെട്ടത് കൂടാതെ 7 വിധം ശുഹദാക്കളുണ്ട്. ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മത്ഊനു ഷഹീദുൻ. പകർച്ചവ്യാധി പിടിപെട്ടുകൊണ്ട് മരണപ്പെടുന്നവർ ഷഹീദാണ്. യാതൊരു പ്രയാസവുമില്ല, 2 ദിവസം വരെ ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു സാംക്രമിക രോഗം, ഒരു പകർച്ചവ്യാധി, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ 2 ദിവസം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി. അയാൾക്ക് വിശ്വാസവും അടിസ്ഥാനപരമായ കർമ്മങ്ങളും അയാളുടെ ജീവിതത്തിലുണ്ടോ, അയാൾ ഷഹീദാണ്. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാളാണ്. അതൊരു സമാധാനമാണല്ലോ. നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നു, എത്രയോ സഹോദരങ്ങൾ മരണപ്പെട്ടു പോയി. ഗൾഫിലേക്ക് ഭാര്യയോട് മാതാപിതാക്കളോട് യാത്ര പറഞ്ഞു പോയവർ അവരുടെ മയ്യത്ത് പോലും കാണാതെ ഇന്നും സങ്കടത്തോടുകൂടി ജീവിക്കുന്ന ഭാര്യയ്ക്ക്, ഉമ്മക്ക്, ഉപ്പക്ക്, ഭർത്താവിന്, ഇവർക്കൊരു സമാധാനം വേണ്ടേ? ആ സമാധാനമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവർ സ്വർഗത്തിലാണ്, അവർ ഷഹീദാണ്. വൽ മബ്തൂനു ഷഹീദുൻ. വയർ സംബന്ധമായ രോഗം മൂലം മരണപ്പെടുന്നവർ ഷഹീദാണ്. കാരണം ഭക്ഷണം ശരിക്കും കഴിക്കാൻ കഴിയില്ല, വലിയ പ്രയാസമാണ്. ഒരു മനുഷ്യന് രോഗിയാണെങ്കിലും അടിസ്ഥാനപരമായി അയാൾക്ക് വെള്ളമിറക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അത് വയറിലേക്ക് എത്താൻ പ്രയാസകരമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുക എന്നതൊരു അനുഗ്രഹമാണ്. എന്നാൽ അതിനുപോലും കഴിയാതെ വയർ സംബന്ധമായ, ബത്വന് സംബന്ധമായ രോഗമുണ്ടായി ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വൽ ഗറഖു ഷഹീദുൻ. മുങ്ങി മരിക്കുക വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, എല്ലാ ദിവസവും ഈ പുഴയിൽ നീന്തുന്ന ആളായിരുന്നു. പക്ഷെ പെട്ടെന്ന് മരിച്ചു, ഒരു കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ മനുഷ്യൻ ഷഹീദാണ്. വസ്വാഹിബുൽ ഹദ്മി ഷഹീദുൻ. കെട്ടിടം വീണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീണ് വളരെ പെട്ടെന്ന് മരണപ്പെടുന്നവർ അവർ ഷഹീദാണ്. വസ്വാഹിബുൽ ഹരീഖി ഷഹീദുൻ. തീ കത്തി മരണപ്പെടുന്നവർ ഷഹീദാണ്. വൽ മയ്യിതു ബിദാത്തിൽ ജംബി ഷഹീദുൻ. ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം മരണപ്പെടുന്നവർ ഷഹീദാണ്. കാരണം അവർ ഒരുപാട് കാലം ഏറെ പ്രയാസപ്പെട്ടവരാണ്. നമ്മൾ ഈ ശ്വാസം ഇങ്ങനെ ഒരു പ്രയാസമില്ലാതെ ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു വില പലപ്പോഴും മനസ്സിലാവില്ല. ഏറെക്കാലം അങ്ങനെ പ്രയാസത്തോടുകൂടി ജീവിച്ച് അതുമൂലം മരണപ്പെടുന്നവർ ഷഹീദാണ്. വൽ മർഅത്തു തമൂതു ബിജംഇ ഷഹീദത്തുൻ. ഗർഭാവസ്ഥയിലോ പ്രസവാവസ്ഥയിലോ പ്രസവം കഴിഞ്ഞയുടനെയോ മരണപ്പെടുന്ന സ്ത്രീ ഷഹീദാണ്.
അപ്പൊ അതൊക്കെ എന്തിനാണ് നമ്മെ പഠിപ്പിക്കുന്നത്? അത് പഠിപ്പിക്കുന്നത് നമുക്കൊരു സമാധാനം വേണ്ടേ? അതാണ് പരലോകം എന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിക്കും ആ മനുഷ്യന് സമാധാനമായി ഒരു സന്തോഷം കണ്ടെത്താനുള്ള ഒരു ഉപാധിയായി വിശ്വാസി ഉണ്ട് എന്നത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഇനി ഇതുപോലെ തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് പുതിയ കാലത്ത് ഏറെ പ്രയാസമുള്ള ഒന്നാണ്. നമ്മളോരോ വിഷയത്തിലും വൈകാരികമായി ചിന്തിക്കുന്നതിന് പകരം എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയടക്കം എന്റെ 2-3 പെൺമക്കളടക്കം പ്രായപൂർത്തിയായി ഇസ്ലാമിക വേഷം ധരിക്കുന്നവർ, അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും തക്കാരത്തിലാണെങ്കിലും എത്രയുണ്ട് എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല. എന്റെ ഭാര്യ അങ്ങനെ ഇസ്ലാമികമായി തലമറക്കുന്നവളൊന്നും അല്ല. എങ്കിലും നമ്മൾ ഈ വൈകാരികതക്ക് അർഹരയല്ല. നമ്മൾ പിന്നെ അങ്ങനത്തെ വിഷയങ്ങളിലൊന്നും അഭിപ്രായം തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മള് ഒരു കല്യാണത്തിന് പോകുമ്പോ അവിടെ ആരും തട്ടടണ്ടെന്ന് പറയുന്നില്ല. നമുക്ക് തട്ടടല്ലോ. നമ്മൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവർക്ക് തട്ടിട്ട് പോകാം. പക്ഷെ നമ്മൾ അവിടെയും കൂടി അത് ചെയ്യണില്ല. പിന്നെ നമ്മൾ ബാക്കിയുള്ളതിൽ വെറുതെ വൈകാരികമായി ടെൻഷനായി ഫീലിംഗ് ആയി നടക്കുന്നതിലൊരു അർത്ഥമല്ല. കാരണം ഉള്ള ഒരു സംഗതി നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുൻപിൽ എത്ര സമാധാനം പറയേണ്ടി വരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ തലമറക്കുക എന്നത് സുന്നത്തല്ല. ഒരു സ്ത്രീ തലമറക്കുക, ആ തലമറച്ച വസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടുക എന്നത് ഫർളാണ്, നിർബന്ധമാണ്, സുന്നത്തല്ല. പെണ്ണിന്റെ മുടി കാണാൻ പറ്റൂല. ഒരു പെണ്ണ് തല തട്ടിട്ട് കഴിഞ്ഞാല് മുഖം ഒഴിവാക്കി മാറിടത്തിലൂടെ അത് താഴ്ത്തിയിടണം. കാരണം എന്താ? അതൊക്കെ അവളുടെ ഔറത്താണ്. അപ്പൊ നമ്മളിങ്ങനെ എന്റെ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും അല്ല. എന്താ? നമുക്കതിലെന്തോ ഒരു കോംപ്ലക്സ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഉണ്ട് ഇല്ലെങ്കിൽ പിന്നെന്താ? നമ്മുടെ മക്കൾക്ക് എന്തോ അതിലൊരു അഭിമാന ബോധമല്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകൾ ഉണ്ടാകാം. അതുണ്ടാകുമ്പോ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് മാറുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ കുറെ കുറ്റപ്പെടുത്തലുകൾ സമൂഹത്തിൽ, ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ കുറെ കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആളുകൾ ജീവിക്കുമ്പോ ഇങ്ങനെ അവരെ മോശമാക്കി ചിത്രീകരിക്കൽ, അവർ 6-ാം നൂറ്റാണ്ടിലുള്ള ആളുകളാണെന്ന് പറയൽ. അപ്പോ അതിന് നമുക്ക് വലിയ ടെൻഷന്റെ ആവശ്യമില്ല. കാരണം എന്താ? അവിടെയും സമാധാനതാണ്, പരലോകം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പരലോകം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടല്ലേ, ഇവിടുന്നൊന്നുമില്ല, ഇവിടുന്ന് തന്നെ, ഇപ്പം തന്നെ, നാളെ തന്നെ, അടുത്ത മിനിറ്റ് തന്നെ, നടക്കൂല. അപ്പൊ പരലോകമുണ്ട് എന്നത് വലിയ സമാധാനമാണ്. മതപരമായി ജീവിക്കുമ്പോ, വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ചിലപ്പോ സ്വന്തം ഉപ്പ സമ്മതിച്ചു കൊള്ളണമെന്നില്ല. ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു, ബാപ്പ പറയുന്നു സ്ത്രീധനം വാങ്ങണം, മകൻ പറയുന്നു പറ്റൂല. പറ്റൂല എന്നല്ല പറയേണ്ടത്. അപ്പൊ വേണമെന്ന് വിചാരിച്ചാലും നടക്കൂല. എന്നാലും പറ്റൂല എന്നാണല്ലോ പറയണത്. ഉപ്പ മരണപ്പെട്ടു, മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഇസ്ലാമികമല്ലാത്ത ഒരു ഖുർആൻ പാരായണം ചെയ്യുക എന്നൊരു സംഗതിയാകെ മകൻ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിലോ ഓനെല്ലാവരും വളരെ മോശക്കാരായി ചിത്രീകരിച്ചു. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിക്കാൻ വേണ്ടി പറ്റൂലല്ലോ, ഇസ്ലാമികമായോ പറ്റൂല. അപ്പൊ നമ്മുടെ ആദർശങ്ങളിലും നമ്മുടെ നിലപാടുകളിലും നമ്മുടെ സംസ്കാരങ്ങളിലും നമ്മുടെ വേഷവിധാനങ്ങളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഉറച്ചു നിൽക്കാൻ കഴിയണം. നമുക്കിങ്ങനെ വെറുതെ കോംപ്ലക്സ് ഉണ്ടാകേണ്ട ആളുകളൊന്നുമല്ല, ഉറച്ചു നിൽക്കാൻ കഴിയണം. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ കുറ്റപ്പെടുത്തലുകൾക്കൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു ലോകമുണ്ട്. അത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഇന്നൽ അബ്റാറ ലഫീ നഈം, സ്വർഗ്ഗത്തെ കുറിച്ച് ഖുർആൻ പറയാം. ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യവാന്മാരായ ആളുകൾ നാളെ പരലോകത്ത് അനുഗ്രഹത്തിലായിരിക്കും, സ്വർഗ്ഗത്തിലായിരിക്കും. അലൽ അറായികി യൻദുറൂൻ, അല്ലാഹു അവർക്ക് നൽകുന്ന ആ സോഫകളിൽ ചാരിയിരുന്നു കൊണ്ട് ആ സ്വർഗ്ഗത്തിന്റെ കാഴ്ചകളെല്ലാം അവരിങ്ങനെ കാണും. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം, അവരുടെ മുഖത്ത് ഒരു പ്രശോഭിതമായ അവസ്ഥ അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം എന്നാണ്. കാരണം എന്താ? ഇവിടുന്ന് കുറെ സഹിച്ചതാണ്, ഇവിടുന്ന് കുറെ കുറ്റപ്പെടുത്തലുകൾ കേട്ടതാണ്. അവിടുന്ന് ഇങ്ങനെ സോഫകളിൽ ചാരിയിരുന്ന് അവരിങ്ങനെ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വീക്ഷിക്കുമ്പോ അവരുടെ മുഖത്ത് ഒരു അനുഗ്രഹത്തിന്റെ അടയാളം ഉണ്ടാകും.
യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം, മുദ്രവക്കപ്പെട്ട ശുദ്ധമായ മദ്യം അവർ കുടിക്കും. ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അതിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ കസ്തൂരിയായിരിക്കും. എന്നിട്ട് അല്ലാഹ് പറയാണ് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അതുകൊണ്ട് മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിച്ചോട്ടെ. ഇവിടെ പല മത്സരങ്ങളും നടക്കും, ഇവിടെ പല കാട്ടിക്കൂട്ടലുകളും നടക്കും, ഇവിടെ പല കൂത്താമാത്തുകളും നടക്കും. പക്ഷേ നമുക്ക് അവിടെയാണ് കിട്ടേണ്ടത്. അവിടെ ഇവിടെയും കൂടിയും എല്ലാം കൂടി ആസ്വദിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. അതുകൊണ്ട് അധ്വാനിക്കുന്നവർ, സന്തോഷം കണ്ടെത്തണമെന്നുള്ളവർ ആ പരലോകത്തിനു വേണ്ടി അവർ മത്സരിച്ചു കൊള്ളട്ടെ. അതിന്റെ ചേരുവ തസ്നീം ആയിരിക്കും. തസ്നീം എന്ന് പറഞ്ഞാൽ ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവ ജലമാണ്. നമുക്കറിയുന്ന സൂറത്താണ്, നമ്മൾ ഓതുന്ന സൂറത്താണ്. എന്നിട്ട് ഖുർആൻ ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? മതപരമായി ജീവിക്കുമ്പോൾ ചില കുറ്റപ്പെടുത്തലുകൾ, ചില ടെൻഷനുകൾ. എല്ലാവരും ന്യായമാണെങ്കിലും നമുക്കെതിരെ നിൽക്കാം. ന്യായമായ ഒരു കാര്യത്തിന് നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ വിചാരിച്ചിരുന്നല്ലോ, ഒരു ന്യായം പറഞ്ഞാൽ, ഒരു നീതി പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവില്ല. എല്ലാവരും നമുക്കെതിരെ സംസാരിക്കാം. ന്യായം പറയുന്നവരാണ് എന്ന് വിചാരിക്കുന്നവർ പോലും മൗനം പാലിക്കാൻ, മിണ്ടാതെ. ഖുർആൻ പറയണത് എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോ എന്താലേ ഇങ്ങനെയൊക്കെ ഒന്ന് എന്താ ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കില്ല, എന്താ തലയിൽ ഇപ്പൊ തട്ടട്ടു എന്ന് വിചാരിച്ചപ്പോ എന്താ പറ്റിയാന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇതൊക്കെ ഭയങ്കര പോയിന്റ് ആണ്, പോയിന്റ് തന്നെയാണ്. പക്ഷെ ആൾക്കാർ സമ്മതിക്കണ്ടേ? സമ്മതിക്കൂല. ഖുർആൻ പറയണത് ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. ഈ നിഷേധികളായ ആളുകൾ എങ്ങനെയായിരുന്നു ഈ ദുനിയാവില്? ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. അവർ വിശ്വാസികളെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുന്നവരായിരുന്നു. ഖുർആൻ പറയാം, അവര് വിശ്വാസികളുടെ നിലപാടുകളിൽ കളിയാക്കി ചിരിക്കുന്നവരായിരുന്നു. വഇദാ മർറൂ ബിഹിം യതഹാമസൂൻ. വിശ്വാസികൾ ഇങ്ങനെ ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോ അവർ കാണാതെ കണ്ണ് കാട്ടി അവരെ കളിയാക്കുന്നവരായിരുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് അവർ അവരുടെ വീട്ടിലേക്ക് എത്തുമ്പോ, അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തെത്തുമ്പോ വല്ലാത്ത ഒരു സംതൃപ്തിയായിരിക്കും അവർക്ക്. ഖുർആൻ പറയാം, അവർ പറയും ഈ മനുഷ്യന്മാരൊക്കെ ദുർമാർഗത്തിൽ തന്നെ അല്ലെ, ഒരു അന്തമില്ലാത്ത, ഒരു കാഴ്ചപ്പാടുമില്ലാത്ത, ഇത്രയും കാലമായിട്ട് ഒരു പുരോഗമനമില്ലാത്ത മനുഷ്യന്മാര്. വിശ്വാസികളുടെ കാര്യം നോക്കാൻ അവരെ നാം ഏർപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്താ അറിയോ? ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. എന്നാൽ പരലോകത്ത് ഈ കളിയാക്കപ്പെട്ട വിശ്വാസികളുണ്ടല്ലോ, നാളെ വരെ കാണും, കളിയാക്കിയവരെ കാണും. അല്ലാഹു പറയാ ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. വിശ്വാസികൾ പരലോകത്ത് വെച്ച് അവരെ കളിയാക്കും. ഇവിടെ നമുക്ക് കളിയാക്കാൻ പറ്റൂല. ഇവിടെ നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും, സമൂഹത്തിൽ പ്രശ്നമുണ്ടാകുന്നതും, സമൂഹത്തിൽ നന്മയോടുകൂടി ചിന്തിക്കുന്നതും, ഇവരൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മുടെ ദേഷ്യം തീരോളം എഴുതി പറഞ്ഞ് ഇവിടെ പറ്റൂല. ഇവിടെ എന്താ നമുക്ക് പറ്റുക ഖുർആനിലുണ്ട്. ഓൻ എഴുതിയതിന് പിന്നെ നമ്മൾ മറിച്ച് എഴുതാ, ഓൻ പറഞ്ഞ മറിച്ച് എഴുതാ. അത് ഇവിടെ പറ്റൂല. അവിടെ ചാൻസ് ഉണ്ട്, പരലോകത്ത് ചാൻസ് ഉണ്ട്. ആണ് ഖുർആൻ പറഞ്ഞത്. ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. പരലോകത്ത് ഇവരെങ്ങനെ നോക്കും വിശ്വാസികൾ. എന്നിട്ട് ഇവിടുന്ന് ചിരിച്ചേക്കാട്ട് ഉഷാറായിട്ടൊന്നും ചിരിച്ചു കൊടുക്കും. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അലൽ അറായികി യൻദുറൂൻ. ആ സോഫകളിൽ ചാരിയിരുന്ന് ഇവരെയൊക്കെ അങ്ങനെ നിരീക്ഷിക്കും. അല്ലാഹു പറയുന്നു ഹൽ ഫുബ്ബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. അവിശ്വാസികൾക്ക് അവർ ചെയ്തതിന്റെ പ്രതിഫലം നാം നൽകപ്പെട്ടുവോ? പെട്ടു. കാരണം എന്താ? ഇവിടുന്നാണ്ട് നോക്കി ചിരിക്കൽ തുടങ്ങി. അപ്പോ പരലോകം എന്നത് ആശ്വാസമാണ്. പരലോകം എന്നുള്ളൊരു ലോകമുണ്ട്. ആ ലോകത്ത് എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ടാവും. അത് നമ്മൾ ഇവിടെ തന്നെ നാളെ തന്നെ ഒപ്പം തന്നെ എന്ന് വിചാരിച്ച് വെറുതെ ഉറക്കില്ലാതെ ടെൻഷൻ അടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വിശ്വാസിയായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ
ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ എന്തൊക്കെയാണ് സഹിക്കേണ്ടി വരുന്നത്? നബി ഞങ്ങൾ എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തിട്ടാണ്? റസൂൽ അവരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് സൂറത്തുൽ ബുറൂജിലെ ചില വചനങ്ങൾ അവതീർണമായത്. അതേതാണെന്നറിയോ? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് തുടങ്ങുന്ന ആയത്ത്. അല്ലാഹു റസൂൽ പറഞ്ഞടാ മുൻഗാമികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എന്നിട്ട് ചരിത്രം പറഞ്ഞു കൊടുക്കണം. റസൂൽ ഇങ്ങനെ പറയാം, മുൻഗാമികളായ ആളുകൾ എത്ര ഉള്ളോ നിങ്ങൾക്ക് എത്ര ഉള്ളോ, മുൻഗാമികളായ ആളുകൾ ചെയ്തത് റസൂൽ ഓരോന്നും പറഞ്ഞു. ഇങ്ങനെ ഒരു മനുഷ്യനെ നിർത്തിയിട്ട് നേരെ ഇങ്ങനെ വാൾ ഉപയോഗിച്ച് പകുതിയാക്കി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തള്ളി. എന്തിന്റെ പേരില്? വിശ്വാസിയായതിന്റെ പേരിൽ. എന്നിട്ടൊരു സംഭവം പറഞ്ഞു കൊടുക്കണം, മുൻകാലത്ത് നടന്ന. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ. അന്നാരി ദാത്തിൽ വഖൂദ്, ഇന്ധനം നിറക്കപ്പെട്ട അഗ്നിയുടെ ആളുകൾ. വലിയ ഒരു പിന്നെ കിടങ്ങുണ്ടാക്കി, വലിയ ഒരു കുഴി ഉണ്ടാക്കി, വലുത്. എന്നിട്ടോ അതിൽ നിറയെ ഇന്ധനം, തീ നിറക്കപ്പെട്ടു. എന്നിട്ട് ഇദ്ഹും അലൈഹാ ഖുഊദ്, അവിശ്വാസികളായ ആളുകളൊക്കെ ആ വലിയ കുഴിയുടെ ചുറ്റുങ്ങനെ അവർക്ക് ചൂടേൽക്കാത്ത രൂപത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി. സത്യവിശ്വാസികളെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃക്സാക്ഷികളായി. അല്ലാഹുവും അതിന് ദൃക്സാക്ഷിയാണ്. എന്തേ ഇവർ ചെയ്തതാകെ? എന്തേ വിശ്വാസികൾ ചെയ്തത്? വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, പ്രതാപശാലിയായ സ്തുത്യാർഹനായ അല്ലാഹുവല്ലാതെ വേറെ ആരും ആരാധ്യനില്ല എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതിനവർ ചെയ്തത് വലിയ കുഴിയുണ്ടാക്കി അതിൽ ഇന്ധനം നിറക്കപ്പെട്ട് ഇവരെ അതിലേക്ക് തള്ളിയിട്ട് ചുട്ടരിക്കുന്നതിന് സാക്ഷിയായി. ഒരു ചെറിയ കുട്ടിയിലൂടെ അള്ളാഹു കാണിച്ച ഒരു വലിയ സംഗതിയാണ്. ഒരു കുട്ടി ഒരു കാര്യം അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്താണ് പറഞ്ഞു. അപ്പൊ എല്ലാ ആളുകളും അതാണ് വിശ്വസിച്ചു. എല്ലാവരും മുസ്ലിങ്ങളായി. അപ്പൊ അവർക്ക് രണ്ട് ഓപ്ഷനാണ് ആ രാജാവ് കൊടുത്തത്. ഒന്നുകിൽ അള്ളാഹുവിൽ അവിശ്വസിക്കണം. ഒരു പറഞ്ഞു ഞങ്ങൾ അവിശ്വസിക്കൂല, ഞങ്ങൾ വിശ്വാസികളായി. അതിന്റെ പ്രതികാരമാണ് രാജാവ് ചെയ്തത്. വലിയ കുഴിയുണ്ടാക്കി, കിടങ്ങുണ്ടാക്കി, മുഴുവൻ മനുഷ്യരെയും അതിലേക്കിട്ട് ഇവരിങ്ങനെ കത്തിജ്വലിക്കുന്നത് നേരിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി കാത്തുനിന്നു. الذي له ملك السماوات والارض والله على كل شيء شهيد, ആകാശഭൂമികളുടെ സട്ടാവായ അല്ലാഹു ഇതിന് സാക്ഷിയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് അറിയോ? ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് തുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. വിശ്വാസികളുടെ മേൽ ഈ ഉപദ്രവം ചെയ്ത ആളുകൾ അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷ അല്ലാഹു നാളെ പരലോകത്ത് നൽകും. വിശ്വാസികൾക്കോ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തവർ ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ, അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവിയൊഴുകുന്ന സ്വർഗ്ഗം നൽകും. ദാലികൽ ഫൗസുൽ കബീർ, അതാണ് വലിയ വിജയം. ഇവിടുത്തതല്ല വിജയം. ഇവിടെ നമ്മൾ എഴുതി തോൽപ്പിക്കാൻ നോക്കണ്ട, നടക്കൂല. ഇവിടെ കുറച്ച് തോറ്റു കൊടുക്കേണ്ടി വരും. ഇവിടെ നടക്കൂല. അതാണ് വലിയ വിജയം. പിന്നെ ഈ സ്വേച്ഛാധിപത്യ പ്രവണത, ഇതൊന്നും കാലം നിലനിർത്തിയ ഒന്നല്ല. നാട്ടിൽ സമാധാനം വേണോ? എല്ലാവർക്കും സമാധാനം വേണമെങ്കിൽ എല്ലാവരും ഉഷാറാകും. ഒരു വീട്ടില് ബാപ്പമ്മ 2 കുട്ടികൾ, ഒരുത്തം മോശമായി, എല്ലാരും സമാധാനം പോയില്ലേ? എല്ലാവരും പോയി. ഒരു നാട്ടിലൊരു 5 ഗുണ്ടകൾ, പോക്കിരികൾ, എല്ലാവരും സമാധാനം പോകും. ഒരു സംസ്ഥാനത്ത് കുറച്ചാളുകൾ മാത്രം പോക്കിരിത്തരം, എല്ലാവരും സമാധാനം പോകും. ഒരു രാജ്യത്ത് കുറച്ചാളുകൾ മാത്രം കുറച്ചാളുകളെ അടിച്ചമർത്താന്ന് വിചാരിച്ചാൽ എല്ലാവരും സമാധാനം പോകും, ഇല്ലേ? ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി 2 വർഷമായി നടത്തുന്ന ക്രൂരമായ നരഹത്യ, ആ മനുഷ്യൻ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം എന്താ? അയാൾക്കെതിരെ അവിടെ കുറെ ആളുകളെതിരാ. ഇപ്പോഴും ഡ്രോൺ ആക്രമണം, ഇതൊക്കെ എല്ലാ കാലവും ഇങ്ങനെ തുടരുമോ? ഈ സ്വേച്ഛാധിപത്യം നിലനിർത്താൻ കഴിയില്ലല്ലോ. അതല്ലേ ഫിർഔനിന്റെ ചരിത്രം പറയുന്നത്. ഫിർഔനിന് കഴിഞ്ഞോ? ഇല്ല. അവസാനം ചെങ്കടലിൽ മുങ്ങി മരിച്ചു. ലോകത്തെ 2ാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടത് അഡോൾഫ് ഹിറ്റ്ലറാണ്. 8 കോടിയിലധികം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. കറുത്തവർ എനിക്കെതിരാണ്, ഞാൻ വെറുക്കുന്നു.
യഹൂദർ അവരെ ഞാൻ വെറുക്കുന്നു, ഭിന്നശേഷിക്കാർ അവരെ ഞാൻ വെറുക്കുന്നു, ജിപ്സികൾ അവരെ ഞാൻ വെറുക്കുന്നു. അങ്ങനെ വെറുപ്പ് സമൂഹത്തിൽ പടർത്തി. എല്ലാവരെയും വെറുക്കണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. എന്നിട്ടോ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്യുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന്റെ 20 മണിക്കൂർ മുൻപാ. കാരണം സമാധാനം വേണ്ട. 20 മണിക്കൂർ മുൻപ് എന്ന് മാത്രല്ല, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എല്ലാ അസത്യങ്ങളെയും സത്യമായി ആളുകളെ വിചാരിപ്പിക്കുന്ന ഗീബൽസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ 6 മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹവും അവസാനം ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലർ മരിച്ച അടുത്ത അധികാരിയായിരുന്നു. ആത്മഹത്യ. ഹിറ്റ്ലർ എങ്ങനെ റഷ്യൻ സൈന്യം ഇങ്ങനെ എരച്ചു കയറുമ്പോ എങ്ങനെ ഞാൻ സ്വയം മരിക്കണം, ആത്മഹത്യ ചെയ്യണം. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 നായകളുണ്ടായിരുന്നു. ആ നായകൾക്ക് സയനൈഡ് കൊടുത്തു. ഉടനെ തന്നെ അത് ചത്തു. ഡോക്ടറെ വിളിച്ചു. ഡോക്ടറോട് പറഞ്ഞു, സയനൈഡ് കുടിച്ച ഉടനെ ചാവോ, മരണപ്പെടും. കാരണം എന്താ, ഇയാളുടെ ബോഡി ശത്രുക്കൾക്ക് കിട്ടരുത്, അത്രയേ ഉള്ളൂ. അവസാനം അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? റൂമിലേക്ക് ഒറ്റക്ക് പോയി. സയനൈഡ് ഒന്നും കഴിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമല്ല. തോക്കെടുത്ത് നെറ്റിയിലേക്ക് ചൂണ്ടി വെടിവെച്ച് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. അദ്ദേഹം ആളുകളോട് പറഞ്ഞതറിയോ, എന്റെ ബോഡി അവർക്ക് കിട്ടരുത്, അതുകൊണ്ട് കത്തിച്ച് ചാമ്പലാക്കണം. എന്താ ഹിറ്റ്ലറിന്റെ അവസാനം? കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ മുസോളിനി അവസാനം എത്ര ക്രൂരമായിട്ടാണ് വധിക്കപ്പെട്ടത്. അപ്പൊ സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. അതുകൊണ്ട് ന്യായവും നീതിയുമാണ് ഒരു സമൂഹത്തിൽ നടത്തപ്പെടേണ്ടത്. അത് പൂർണ്ണമായി ഒരു സമൂഹത്തിൽ നടത്തപ്പെടണമെന്നില്ല. അവിടെ ക്ഷമ അവലംബിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതി. ഖുർആനി ആയത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, എന്നൊക്കെ പറയുന്നത് ഈ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഖുർആൻ പറയുന്നത് സൂറത്തു ആലു ഇംറാനിൽ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഉറപ്പാണത്. ലാമും നൂനും ഒക്കെ ഉറപ്പിച്ചു പറയുന്ന, ഖസമിന്റെ ലാമ് ഖസമിന്റെ നൂന് എന്നൊക്കെ പറയാം. സത്യം ചെയ്തല്ല പറയാം. വല തസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകൂ അദൻ കതീറ. മുൻപ് ഞാൻ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ക്ഷമ അവലംബിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈകാരികത കൊണ്ട് കാര്യമല്ല, ക്രിയാത്മകമായിട്ട് ആളുകൾ ചിന്തിക്കേണ്ടത്. നമുക്കെങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാം, നമുക്കെങ്ങനെ മാന്യമായി മക്കളെ പഠിപ്പിക്കാം, നമുക്കെങ്ങനെ വിദ്യാസമ്പന്നമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാം. അതിനാണ് ബുദ്ധി വേണ്ടത്, അതിനാണ് കാഴ്ചപ്പാട് വേണ്ടത്. അല്ലാത്തതിന് വൈകാരികത മതി, അത് അപ്പം തന്നെ തീരും. അപ്പൊ ബുദ്ധിപരമായി കാര്യങ്ങളെ വിലയിരുത്തുകയും സമാധാനം നിലനിർത്താൻ, സമാധാനം നഷ്ടപ്പെടെന്ന് വിചാരിക്കുന്ന കുറെ ആളുകൾ ഈ നാട്ടിലാകെ പ്രശ്നമാകണം, അസമാധാനം ഉണ്ടാകണം, ആളുകൾ ഭിന്നിക്കണം, ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാകണം. നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. വെറുപ്പുണ്ടാകരുത്. ഈ നാട്ടിലുള്ള ആളുകൾ സ്നേഹത്തോടു കൂടി കഴിയണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. നന്മയും തിന്മയും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കണം. ഫഇദല്ലദി ബൈനക വ ബൈനഹു അദാവത്തുൻ. അപ്പോൾ നിങ്ങൾക്കും അവർക്കുമിടയിൽ ശത്രുതയുണ്ടെങ്കിൽ കഅന്നഹു വലിയുൻ ഹമീം. അവൻ നിന്റെ ഉറ്റമിത്രമാകും. എന്നാൽ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അലീം. നല്ല ക്ഷമയുള്ള ആളുകൾക്കും അല്ലാഹുവിന്റെ നല്ല അനുഗ്രഹം സിദ്ധിച്ചവർക്കും മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ നമ്മൾ വായിക്കണം, ഖുർആന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ച് നാം കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നല്ല സമീപനം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളോട് തന്നെ നമുക്ക് ദേഷ്യമായിരിക്കും. കാരണം എന്താ, നമ്മൾ വൈകാരികത കൊണ്ടാ ചിന്തിക്കുക, അല്ലാത്തത് ഖുർആനും ഹദീസും വെച്ചുകൊണ്ടാ ചിന്തിക്കുക. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ സൂചിപ്പിച്ചത്, പരലോക വിശ്വാസം എന്നത് നമുക്ക് സമാധാനം നൽകുന്ന ഒന്നാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ അപ്പോൾ കഴിയും. ലോകത്തൊരു മനുഷ്യനും ഒരാളെയും ഉന്മൂലനം ചെയ്യാനും ഇല്ലാതാക്കാനും കഴിയില്ല. ഒന്നാമത് അതിനുള്ള ആയുസ് അല്ലാഹു കൊടുത്തിട്ടില്ല.
ഇവിടെ അതിനുള്ള ആയുസ് ആർക്കും കൊടുത്തിട്ടില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാലത്ത് സഹായിക്കുക, ആളുകൾക്ക് വല്ലതും നൽകുക, ആളുകളോട് മാന്യമായി നിൽക്കുക, അതിനുള്ള ആയുസ് ഇവിടെ ഉള്ളൂ. വേറെ ആർക്കും ആയുസ് അള്ള കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നാം അങ്ങനെയുള്ള ഒരു സമീപനം സമൂഹത്തിൽ വളർത്തിയെടുക്കുകയും ക്രിയാത്മകമായ വിഷയത്തെ സമീപിക്കുകയും ചെയ്യുന്ന, പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നല്ല മുസ്ലിങ്ങളാകാൻ നമുക്ക് കഴിയണം. റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മുടെ ക്ഷമക്കും നമ്മുടെ തവക്കുലിനും നമ്മുടെ പരലോക ബോധത്തിനുമൊക്കെ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ.